അങ്ങനെ 2026 പിറന്നിരിക്കുകയാണ്. പ്രതീക്ഷാപൂർവ്വം പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ നാട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. രാത്രി 12:30 മണി വരെയാണ് ആഘോഷങ്ങൾ. ഫോർട്ട് കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ, കോഴിക്കോട് നിന്ന് ശ്യാമപ്രസാദും ചേരുന്നുണ്ട്. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം. മിഥുൻ, ഗുഡ് ഈവനിങ്. ഈ വർഷത്തെ അവസാനത്തെ വൈകുന്നേരം എന്ന് തന്നെ പറയാം. ഈ കൊച്ചിയിൽ വലിയ ആഘോഷങ്ങളാണ് ഈ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ അടക്കമുള്ള വലിയ പരിപാടികൾക്കാണ് കൊച്ചി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടു കൂടിയാണോ കൊച്ചി പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് മിഥുൻ? അശ്വതി, പുതുവത്സരത്തെ വരവേൽക്കാൻ അശ്വതി റെഡിയാണെന്ന് അറിഞ്ഞു. നമ്മളും റെഡിയാണ്. അതുപോലെ തന്നെ കൊച്ചിക്കാരും മലയാളികളെല്ലാം തന്നെ റെഡിയാണ്. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ റെഡിയാണ്. ഇതേ എനിക്ക് പുറകിൽ ഇതാ പാപ്പാഞ്ഞി റെഡിയാണ്. നമുക്കറിയാം, കൊച്ചിയിലെ പുതുവത്സരാഘോഷമാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പുതുവത്സരാഘോഷം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാത് ജില്ലകൾ അല്ല, ഞങ്ങളുടെ ജില്ലയിലെ പുതുവത്സരാഘോഷമാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുമെങ്കിലും മലയാളികൾക്ക് പുതുവത്സരാഘോഷത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഈ കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കൊച്ചിയിലെ ആ സാഗരത്തെ, കൊച്ചിയുടെ അറബിക്കടലിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് കത്തിയമരുന്ന പാപ്പാഞ്ഞിയാണ് ഓരോ പുതുവത്സരത്തിൻ്റെയും കാഴ്ചയെങ്കിൽ ഇത്തവണ അത് ബീച്ചിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറി ഇപ്പോൾ രണ്ടിടങ്ങളിലായി നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെളി ഗ്രൗണ്ടിലാണ്. വെളി ഗ്രൗണ്ടിൽ ഇപ്പോഴിതാ ഗാലാഡി ഫോർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള പാപ്പാഞ്ഞി ദിവസങ്ങൾക്ക് മുമ്പേ റെഡിയായിരുന്നു. അതിൻ്റെ വാർത്തകളെല്ലാം നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ അത് ഇനി അല്പസമയത്തിനകം തന്നെ അതിനി കത്തി അമരുമെന്നുള്ളതാണ്. കൃത്യം 12 മണിക്ക് ഇത് സംബന്ധിച്ച് ഇതിൻ്റെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ് നടക്കും. ഇപ്പോഴിതാ ഈ വെളി ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 7 ഏക്കറിലധികം സ്ഥലമുണ്ട്. 7 ഏക്കറിലധികം സ്ഥലത്ത് ആളുകളെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ക്രിസ്മസ് ദിനത്തിൽ ഇവിടെ എത്തിയത് ലക്ഷത്തോടടുത്ത ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വരവായിരുന്നു അത്. സാധാരണ ക്രിസ്മസ് ദിനത്തിൽ ഇത്രയും ആളുകൾ വരാറില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ക്രിസ്മസ് ദിനത്തിൽ വലിയ ആളുകൾ എത്തി. അതുകൊണ്ട് തന്നെ ഈ പുതുവത്സരാഘോഷ ദിനത്തിൽ ആളുകളുടെ എണ്ണം കൂടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാപ്പാഞ്ഞിയുടെ രണ്ട് വശത്തായിട്ട് അതായത് ഇടത് സൈഡിലും അതുപോലെ തന്നെ മുൻവശങ്ങളിലുമായിട്ടാണ് ഈ ആളുകളെ നിർത്തുക. അവിടെ വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ടാണ് അവിടെ ആളുകളെ നിർത്തിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പപ്പാഞ്ഞിക്ക് ഒരു സവിശേഷതയുണ്ട്. ഇത്തവണ പപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ മാതൃകയിലാണ്. ഇറ്റാലിയൻ കാർണിവലുകളിൽ ഉണ്ടാക്കാറുള്ള ഒരു പപ്പാഞ്ഞിയുടെ മാതൃകയാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ ഈ വൈക്കോലുകളെല്ലാം നിറയ്ക്കാനുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും ദിവസം അതിനകത്ത് ഉള്ളു പൊള്ളയായിരിക്കുകയായിരുന്നു. ഇന്ന് വൈക്കോലുകളെല്ലാം നിറച്ച് ഇങ്ങനെ ആളിക്കത്താൻ വേണ്ടി സജ്ജമാക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള പരിപാടികളും പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മേഖലകൾ തിരിച്ച്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ പുറത്തെത്തിക്കാനും അതുപോലെ തന്നെ വലിയ തിക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ചില മേഖലകൾ തിരിച്ചും അതുപോലെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ചെറിയ ഒരു ആളുകൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയെല്ലാം ഒരുക്കി സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഗാലാഡി കൊച്ചിയുടെ പപ്പാഞ്ഞി. തൊട്ടപ്പുറത്ത് എന്ന് പറയുന്നത് നൈറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന യുവാക്കളുടെ ഒരു കൂട്ടായ്മ നടത്തുന്ന ഒരാഘോഷമാണ് തൊട്ടപ്പുറത്ത് നടക്കുന്നത്. അതറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ, അതായത് സ്വാഭാവികമായിട്ടുള്ള ക്രിസ്മസ് ട്രീ. സാധാരണ ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്കൊരു തരം പ്രത്യേകം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ ഒരു ലൈവ് മരത്തിൽ തന്നെ ഏതാണ്ട് 14 ലക്ഷം രൂപ ചെലവിട്ട് വർണ്ണാലങ്കാരമാക്കിയിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത്തവണത്തെ പ്രത്യേകത. മഞ്ഞ നിറമാണ് ഇത്തവണത്തെ പ്രത്യേകത. അത് ആ നിറത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അശ്വതി. കാരണം ഓരോ തവണയും അത് ഓരോ നിറമായിരിക്കും. അത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും എന്തായിരിക്കും ഇത്തവണത്തെ ക്രിസ്മസ് ട്രീയുടെ നിറം എന്നുള്ളത്. ചില വർഷങ്ങളിൽ നീലയായിരിക്കും, ഇത്തവണ മഞ്ഞ നിറമായിരുന്നു. അങ്ങനെ മഞ്ഞയിൽ കുളിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ. അവിടെ ഇത്തരത്തിൽ ഡിജെയും അതുപോലെ തന്നെ വിവിധ സംഗീത പാർട്ടികളുമെല്ലാമായി വലിയ ആഘോഷം നടക്കുന്നുണ്ട് ഇവിടെ. മിഥുൻ, ഞാൻ 2026 ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. എന്നാലും മിഥുൻ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ഡബിൾ റെഡിയാണെന്ന് ഞാനും അറിഞ്ഞു. എന്താണ് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ മിഥുൻ? ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ലെന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. 2025 പാളിപ്പോയ റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ മിഥുൻ? ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരമായി പോകും. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നത്? നമ്മൾ ആ ഗാലാഡി കൊച്ചിൻ
തീർച്ചയായിട്ടും ഒരു മിനിറ്റ്. നമ്മുടെ ഒപ്പം ഈ ഗാലാഡി കൊച്ചിയുടെ സംഘാടകൻ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തെ നമ്മൾ വിളിച്ച് ചെയ്യായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. സുരക്ഷാ സജ്ജീകരണങ്ങളും പൂർത്തിയായി, 100% പൂർത്തിയായി. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി മേഡത്തിൻ്റെ കൂടി ഒരു പരിശോധന കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ ക്യാമറയിൽ ഫയർ എഞ്ചിൻ വന്നു. ഫയർ എഞ്ചിൻ വന്ന് 1 മണിക്കൂറിന് ശേഷം ആണ് നമ്മൾ വൈക്കോലുകൾ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത്. കണ്ടില്ലേ, വൈക്കോലുകൾ ഫില്ല് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ അകത്ത് പൊട്ടിത്തെറിക്കണ പടക്കങ്ങളൊന്നുമില്ല. കളർഫുള്ള് കുഞ്ഞുങ്ങളും ആൾക്കാരും സന്തോഷിക്കുന്ന രീതിയിൽ മോളിൽ പോയി പൊട്ടുന്ന പടക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫയർ എഞ്ചിൻ്റെ പെർമിഷൻ കിട്ടി, അത് ഫില്ല് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഫില്ല് ചെയ്യുകയാണ്. ഇത് 7.5 ഏക്കറോളം സ്ഥലമാണ്. ഇപ്പോൾ അങ്ങേക്ക് തന്നെ കാണാൻ കഴിയും, ഒരു 10,000 പേര് ഈ ഗ്രൗണ്ടിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇനിയും ഒരു 1,00,000 പേരെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്പേസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ പോലീസിൻ്റെ മുഴുവൻ ക്യാമറകളുണ്ട്. ഈ പോലീസ് കൺട്രോൾ റൂമായിട്ട് ഞങ്ങളുടെ കൗൺസിലർ ഓഫീസ് വർക്ക് ചെയ്യുകയാണ്. അത് തന്നെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്കും കൊടുത്തിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് 4 എണ്ണം ഉണ്ട്, ആംബുലൻസുകൾ 4 എണ്ണം ഉണ്ട്, ഫയർ എഞ്ചിൻ വന്നു, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പെർമിഷൻ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ സഹായം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഏകദേശം ഒരു 6-7 മണിയോടെ ഇവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഗാനമേളകൾ ആരംഭിക്കും. എൻ്റെ ആൾക്കാരെല്ലാം ഡാൻസുകൾ ചെയ്യാൻ തുടങ്ങും. ഈ പ്രാവശ്യത്തെ പ്രത്യേകത, ഒരു 100ഓളം അയൽക്കൂട്ടങ്ങളെ കുടുംബശ്രീകളാണ് ഇവിടുത്തെ ആൾക്കാർക്ക് 5 രൂപ മുതൽ 30 രൂപ വരെയുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആൾക്കാരെല്ലാം ഭക്ഷണവും ഐസ്ക്രീമും എല്ലാം കഴിച്ച് ഇവിടെ 12 മണിയോടെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളത്. ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം ഇന്ന് രാത്രി 12 മണിയോടെ പോകുമ്പോൾ വരുന്ന വർഷത്തിൽ ഞങ്ങളുടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഞങ്ങൾക്ക് തിരിച്ചെത്തും. അങ്ങനെ തിരിച്ചെത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും, ഇത് കണ്ടില്ലേ, ഈ പവലിയൻ ഫോറിനേഴ്സിന് വേണ്ടി മാത്രം, വിദേശികൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള പവലിയനാണ്. ഇവരെ എല്ലാം ഞങ്ങൾ കൊച്ചിക്കാർ മാറോട് ചേർത്ത് പിടിച്ച് അവരെ സന്തോഷിപ്പിച്ച് സംതൃപ്തിയോടെ മടക്കി അയക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്തായാലും എല്ലാ സജ്ജീകരണം ഒരുക്കം പൂർത്തിയായി എന്ന് പറഞ്ഞു. എൻ്റെ ന്യൂ ഇയർ പ്രതിജ്ഞ അതാണല്ലോ പറഞ്ഞത്. ഇത്തവണ കുറച്ചുകൂടി വായിക്കാനും അതുപോലെ തന്നെ എഴുതാനുള്ള സമയം കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു പ്രതിജ്ഞ. കഴിഞ്ഞ എഴുത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷം കുറച്ച് പിറകിലായിപ്പോയി. ഇത്തവണ അതൊന്ന് വീണ്ടും പൊടി തട്ടി എടുക്കണമെന്നൊക്കെയായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. നിലവിൽ നമുക്ക് ഈ പാപ്പാഞ്ഞിയുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്കത് പറയാം. ഈ കത്തി അമരുന്നതോടുകൂടി എല്ലാ വ്യതകളും, നമ്മുടെ എല്ലാ തടസ്സങ്ങളെല്ലാം മാറി പുതുവർഷം അതിമനോഹരമായി തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഈ ഗാലാഡി കൊച്ചിയുടെ പത്മാജി മാത്രമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. തൊട്ടപ്പുറത്ത് പരേഡ് ഗ്രൗണ്ട് ഉണ്ട്. പരേഡ് ഗ്രൗണ്ടിലും അതിഭീമനായിട്ടുള്ള ഒരു പപ്പാഞ്ഞി റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ തൃക്കാക്കര, കാക്കനാട്, അതുപോലെ മറ്റിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അത് കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ വന്ന് കൂടുന്നതിന് കുറയ്ക്കാനും അതുപോലെ തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം സജീവമാക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാം സെറ്റാണ് അശ്വതി. ഇനി നമ്മളിപ്പോൾ 12 മണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പുതുവത്സര പിറവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അശ്വതി. മിഥുൻ, അങ്ങനെ പ്രതീക്ഷാപൂർവ്വം പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി. അതിന്റെ വിശദ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.